വെൽക്കം ഓൾ ടു കോംബൈറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഓഡിറ്റിങ്ങിൻ്റെ അടുത്തൊരു ക്ലാസ്സുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ചാണ്. സോ ഓഡിറ്റിങ്ങിൻ്റെ മുൻപത്തെ ക്ലാസ്സുകൾ, അതായത് ബേസിക്സ് ഓഫ് ഓഡിറ്റിംഗ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ചെക്ക് എന്നിവ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഐ ബട്ടണിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും അതിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് നമുക്ക് ഇൻറ്റേർണൽ കൺട്രോൾ എന്താണെന്ന് നോക്കാം. സോ ആ പേര് പോലെ തന്നെ എന്താണ്, ആ ഒരു ഇൻറ്റേർണൽ സിസ്റ്റത്തിന്, ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ ഇൻറ്റേർണൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ്, പ്രൊസീജിയേഴ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. So internal system comprises of all the methods and procedures adopted to assist in achieving the objective of efficient conduct of business. അപ്പം നമുക്കറിയാം ഏതൊരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഏതൊരു കമ്പനിക്കും അതിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. സോ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ്, പ്രൊസീജിയേഴ്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ വരുന്നത്, ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. Ensure adherence to management policies, safeguarding of assets, prevention and detection of frauds and errors, checking the accuracy and completeness of accounting records. സോ ഒരു പ്രോപ്പറായിട്ട് ഉള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അസറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പോളിസീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു prevention and detection of frauds and errors, then helps in checking the accuracy of the books of accounts, etc. So internal control എന്ന് പറയുന്ന ഓവറോൾ ആ ഒരു ഇൻറ്റേർണൽ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ച ഇൻറ്റേർണൽ ചെക്ക്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റ് എല്ലാം ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമാണ്. സോ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കുറച്ച് വൈഡ് സ്കോപ്പാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ഇനി നമ്മുടെ SA, അതായത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് 265 ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻറ്റേർണൽ കൺട്രോൾ ഈസ് ഓൾ ദി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് adopted by the management of an entity to assist in achieving management objectives of ensuring, as far as practicable, the orderly and efficient conduct of its business, including adherence to management policies, the safeguarding of assets, prevention and detection of fraud and error, the accuracy and completeness of accounting records, and timely preparation of reliable financial information. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഡെഫിനിഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് SA 265 ആണെന്നുള്ള കാര്യം മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. സോ മെയിനായിട്ട് നമുക്കറിയാം, ആ ഒരു കമ്പനീൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ കൺട്രോൾ ഈസ് വെരി എസെൻഷ്യൽ. അപ്പം മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫോർ അച്ചീവിങ് ദ ഗോൾസ് ഓഫ് എ കമ്പനി. സോ അതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്ലയൻസ്. അപ്പോൾ ഈ കംപ്ലയൻസ് എന്ന് പറയുന്നത് ടു ഹാവ് കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ജനറലി അക്സെപ്റ്റഡ്. അപ്പോൾ എന്താണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ലോ, അതുപോലെ തന്നെ എന്താണ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവാണ് റിലയൻസ്. അതായത് എന്താണ്, റിലയൻസ് മീൻസ് വിശ്വാസ്യത, അല്ലേ? അതായത് നമ്മുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ റിലയൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസസ്, പോളിസീസ്, ഇതൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ളതാണ്, അവിടെ എററോ അല്ലെങ്കിൽ ഫ്രോഡോ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സേഫ് ഗാർഡിങ് ആണ്. അതായത് എന്താണ്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ അസറ്റ്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഇതൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ദെൻ നെക്സ്റ്റ് വരുന്നൊരു പോയിൻ്റാണ് സെക്യൂരിറ്റി. അതായത് പ്രൊവൈഡ് സെക്യൂരിറ്റി ടു കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, പ്രോപ്പർട്ടി ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഇൻറ്റേർണൽ ചെക്സും ഇൻറ്റേർണൽ ഓഡിറ്റ്സ് ഒക്കെ ഒരു കമ്പനിയിൽ നടക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു സെക്യൂരിറ്റി ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. സോ അതായത് പ്രോപ്പറായിട്ട് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ എന്താണ്, അവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എഫിഷ്യൻ്റ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ പോളിസീസ് എല്ലാം എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ മീൻസ് അതായത് നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം, to evaluate the accounting system for proper authorization of transactions. So internal control system helps to evaluate the accounting system for proper authorization of transaction. Then next objective ആണ് review and correction. So internal control system or internal control will help to review the working of the business. അതായത് ആ ഒരു ബിസിനസ്സിൻ്റെ വർക്കിംഗ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും വീക്ക് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനും ഈ ഒരു കാര്യം ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാടധികം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഏകദേശം എല്ലാം സിമിലർ ആണ്. അതായത് ഓതറൈസേഷൻ, ഓക്കെ, സെയിം ആയിട്ടുള്ള വരുന്ന കുറേയധികം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ജസ്റ്റ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൽ ഓഡിറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നമുക്കറിയാം, നമ്മളൊരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്താൽ ഇപ്പോൾ ഒരു ബിസിനസ്സിൽ പ്രോപ്പറായിട്ട് ഇൻറ്റേർണൽ ചെക്ക്, അതായത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓഡിറ്ററിൻ്റെ ആ ഒരു ഡ്യൂട്ടി എന്താണ്, ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടെ ഒരിക്കലും കുറയുന്നില്ല. പക്ഷേ ഓഡിറ്ററിൻ്റെ ആ ഒരു ടൈമൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ, ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി കുറച്ച് കുറയാനും അതുപോലെ തന്നെ ഓഡിറ്ററിൻ്റെ ടൈമൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ബട്ട് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടെ ഒരിക്കലും കുറയുന്നില്ല. ഓഡിറ്റർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം, അതായത് അവിടെ ആ ഒരു ബിസിനസ്സിലുള്ള ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഒക്കെ കറക്റ്റായിട്ടാണോ ഉള്ളത്, അതായത് മിസ്റ്റേക്ക് ഒന്നും വരുന്നില്ല എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. Then, to safeguard his own interest, the auditor might resort to examination and evaluation of the internal control exist in the organization. സോ ഓഡിറ്ററിൻ്റെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഓഡിറ്റർ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യണം, അതായത് ഇവാലുവേറ്റ് ചെയ്യണം, അവിടുത്തെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രോപ്പറായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് ഓഡിറ്റർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. The auditor should bring the weakness of the internal control system, if any, to the management notice through a letter of weakness or management letter. ഇനി ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും വീക്ക്നെസ്സോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓഡിറ്റർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം ത്രൂ ലെറ്റർ ഓഫ് വീക്ക്നെസ് ഓർ മാനേജ്മെൻറ്റ് ലെറ്റർ. അപ്പോൾ ഈ ഒരു ലെറ്ററിലൂടെ ഓഡിറ്റർ എന്ത് ചെയ്യണം, കൺവേ ചെയ്യണം. സോ ഇതാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. ദെൻ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് 265 ഇതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. ദെൻ ജസ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.